ഇല്ലെന്നുണ്ടെങ്കിൽ പിന്നെ ഒരാൾ പോകത്തില്ലല്ലോ. പിന്നെ അയ്യപ്പനെ കക്കാനായിട്ട് വേണ്ടി പോകുന്നല്ലോ, ഇത് കഷ്ടപ്പെട്ട് പൈസ മേടിക്കുന്നത് അല്ല വേറെ ഒന്നും. അപ്പം അവിടെ കൊപ്ര കളത്തിൽ കൊപ്ര ഷെഡിലും. ശബരിമല ഈ സീസണിൽ 2 ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റുമാരാണ് ഇപ്പോൾ അകത്തായിരിക്കുന്നത്. പക്ഷേ ഈ ശബരിമല വിശ്വാസികളായ അയ്യപ്പന്മാർ നിരവധി വന്നു പോകുന്ന ഈ പത്തനംതിട്ട ബസ് സ്റ്റാൻഡിലാണ്, പത്തനംതിട്ട വഴിയാണ് പോകുന്നത്. എന്തായാലും പത്തനംതിട്ടയിലെത്തിയ അയ്യപ്പ ഭക്തന്മാരോട് തന്നെ അവരുടെ വികാരം എന്താണ്, അവരോട് നമുക്ക് ചോദിക്കാം. ഈ സ്വർണ്ണ മോഷണത്തിൽ ഈ പ്രസിഡന്റുമാർ അകത്തായതിനെക്കുറിച്ചും അല്ലെങ്കിൽ എന്താണ് അവരുടെ അഭിപ്രായം എന്ന് നമുക്ക് അവരോട് തന്നെ, ഈ അയ്യപ്പ ഭക്തന്മാരോട് തന്നെ നമുക്ക് അന്വേഷിക്കാം. സ്വദേശിയാണോ? അയ്യപ്പന്റെ നാട്ടിലെ ആളാണ്. നിങ്ങളൊക്കെ ഇവിടെ നിന്നിട്ടാണോ ഈ അയ്യപ്പന്റെ സ്വർണ്ണം അടിച്ചോണ്ട് പോയത്? അത് പിന്നെ സ്വർണത്തിന്റെ ആഗ്രഹമുള്ളവർ വണ്ണത്തേക്ക് വരും, അവർ കൊണ്ടുപോകും. അപ്പൊ ഇതിപ്പം പ്രസിഡന്റുമാരല്ലേ അകത്തായുള്ളൂ, ഇനി മന്ത്രിമാരുണ്ട്, ബാക്കി ആൾക്കാർ അകത്താകാനുണ്ട്. ആരാ അകത്താണുള്ളത്? ഇനി അകത്താണ് ഇതിന്റെ മേലിലുള്ള ആൾക്കാരൊക്കെ. അതാരാ? അത് പല ആൾക്കാരും ഉണ്ട്. പേര് പറയാൻ പേടിയുണ്ടോ? പേടി എനിക്കൊന്നുമില്ല. പിന്നെ ആരാ പ്രസിഡന്റ് മേലിലുള്ള ആരാണ്? ആ പ്രസിഡന്റ് മേലിലുള്ള, പിന്നെ അതിനെക്കാട്ടി മേലിലുള്ള ആരൊക്കെയാ? ആരാ പറ, ആരാന്ന് പറ. അപ്പൊ പേടിയാണ് പേടിക്കാൻ. എന്നാ പിന്നെ പറ ആരാണ്? പ്രസിഡന്റ് മേളിലുള്ള മന്ത്രിമാരുണ്ട്. അന്നത്തെ ദേവസ്വം മന്ത്രിയാണോ? ആദ്യത്തെ ദേവസ്വം മന്ത്രി കടകംപള്ളിയായിരുന്നു. അപ്പൊ കടകംപള്ളിക്ക് മേളിലും മന്ത്രിമാരുണ്ടല്ലോ. ഉണ്ടല്ലോ, അവരുടെ മേളിലും ഉണ്ട് ആള്. അപ്പൊ അതിന് മേളിയാ മുഖ്യമന്ത്രിയാണോ ഈ ദൈവത്തെ പോലെ അവര് കാണുന്നു പറയുന്നത്? മുഖ്യമന്ത്രി അതിനകത്തുണ്ട്. അപ്പൊ മുഖ്യമന്ത്രി ആവത്താവുന്ന ആകേണ്ടി വരും. ആകേണ്ടി വരും കണക്കിനാണ്. അങ്ങനാണെങ്കിൽ നിങ്ങളുള്ളപ്പോഴാണ് ഈ സ്വർണം മോട്ടിച്ചോണ്ട് പോയി പത്തനംതിട്ട. ഞങ്ങള് ഇവിടെ ഇല്ല കിടക്കുന്നത്, ശബരിമല അല്ലല്ലോ. സ്വാമി ശരണം. എല്ലാ വർഷവും ശബരിമലയിൽ പോകുന്നതാണോ? എല്ലാ വർഷവും. അപ്പം ഈ അയ്യപ്പന്റെ സ്ഥലത്തിരുന്ന് സ്വർണ്ണമൊക്കെ മോഷിച്ചുകൊണ്ട് പോയ കാര്യങ്ങളൊക്കെ അറിഞ്ഞോ? അയ്യപ്പൻ പിടിച്ചു. ഇപ്പൊ 2 പേരെ പിടിച്ചോളൂ, ബാക്കിയുള്ളവരെ ഇനി പിടിക്കൂ? പിടിക്കും. അതിന് പിന്നിൽ മന്ത്രിമാരൊക്കെ ഉണ്ടെന്ന് സംശയമുണ്ടോ? അപ്പം അല്ല, ഇത് ഒറ്റയ്ക്ക് പ്രസിഡന്റുമാർ മാത്രമായിരിക്കും ഇത് ചെയ്യുന്നത്, ഇതിന് പിന്നിൽ ആളില്ലയോ? അപ്പോൾ അവർ പിടി വീഴും തീർച്ചയായും. ഓക്കെ. എങ്ങോട്ട് പോയാ? ഞാൻ ഇപ്പൊ ശബരിമല സന്നിധാനത്ത് ജോലിക്ക് പോവാണ്. ഇനി എന്നാ വരുന്നത്? ഞാൻ നട അടച്ചു കഴിയുമ്പോഴേ വരത്തുള്ളൂ. അപ്പോൾ എല്ലാ വർഷവും ഇതിനെ സന്നിധാനത്ത് ജോലിക്ക് പോകും? കൊപ്ര ഷെഡിൽ പണിക്ക് പോകാം. അതിന് പോലീസ് സ്റ്റേഷനിൽ നിന്നുള്ള ക്ലിയർ സർട്ടിഫിക്കറ്റും എല്ലാം മേടിച്ചുകൊണ്ടേ പോകാൻ പറ്റത്തുള്ളൂ. ഏജൻസിയാണോ? ഏജൻസി വഴിയാണ് പോകുന്നത്. അപ്പോൾ ഇങ്ങനെയൊക്കെ അവിടെ പോയി ജോലി ചെയ്യുമ്പോൾ ഇതേണക്ക് സ്വർണം മോഷിച്ചുകൊണ്ട് പോകുന്നുള്ള കാര്യം അറിയുമായിരുന്നു? സ്വർണം മോട്ടിച്ചുകൊണ്ട് പോയട്ടെ, പിന്നെ അയ്യപ്പനെ കൊണ്ടുവരുന്നെന്നേ പറയുന്നുണ്ട്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ അയ്യപ്പനെ കാണാൻ വേണ്ടി എല്ലാവരും വരുന്നത്. അപ്പോൾ അവിടെ ചെന്നിട്ട് ഇനി താഴേന്ന് കെട്ടിയേ പോത്തുള്ളൂ? താഴേന്ന് പിന്നെ അവിടെ വെച്ച് ചെന്ന് കഴിഞ്ഞിട്ട് താഴേന്ന് പിന്നെ പമ്പേന്ന് കെട്ടും. ഇനി മകരവിളക്ക് കഴിഞ്ഞ് ഇനി തിരിച്ചു വരത്തുള്ളൂ? അത് തിരിച്ചു വരത്തുള്ളൂ. അത് ശരി. എല്ലാം ഒരു നേർച്ച പോലാണ്. ശമ്പളമൊക്കെ കറക്റ്റായിട്ട് തരുന്ന ഏജൻസിയാണോ? പിന്നെ ശമ്പളമൊക്കെ ഇല്ലെന്നുണ്ടെങ്കിൽ പിന്നെ ഒരാൾ പോകത്തില്ലല്ലോ. പിന്നെ അയ്യപ്പനെ കക്കാനായിട്ട് വേണ്ടി പോകുന്നല്ലോ, ഇത് കഷ്ടപ്പെട്ട് പൈസ മേടിക്കുന്നത് അല്ല വേറെ ഒന്നും. അപ്പം അവിടെ കൊപ്ര കളത്തിൽ കൊപ്ര ഷെഡിലും. എവിടാ സ്ഥലം? നാട്ടിലെവിടാ? എൻ്റെ നാട് പിന്നെ പാവുമ്പോ കരുനാഗപ്പള്ളി. അത്രയും ദൂരം വരണമെന്നുണ്ടെങ്കിൽ എനിക്ക് ഭഗവാന്റെ ഒരു ആഗ്രഹം കൂടെ ശബരിമല ജോലി ചെയ്യാന്ന് പറഞ്ഞു. അത് എനിക്ക് പിന്നെ എല്ലാ കൊല്ലം ഞാൻ ഇപ്പം തന്നെ മല ഓട്ടിട്ടുണ്ടെന്ന് പറഞ്ഞാൽ എനിക്ക് പിന്നെ 40 വയസ്സുള്ളൂ. ഞാനിപ്പോൾ 23-44 മല അത്രയും